നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണില്ലാത്ത ക്രൂരത, മലയോരം തേങ്ങുന്നു. കൊല്ലപ്പെട്ട 3 വയസ്സുകാരന്റെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഹോസ്റ്റൽ സൗകര്യമില്ല. കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഫഹദിന്റെ കൊലപാതകം, മാനവിക ശൃംഖലയൊരുക്കി SFI. പൊതുമരാമത്ത് മറന്നു, നഗരസഭ കൈയൊഴിഞ്ഞു. കുശാൽ നഗർ റോഡ് തകർച്ചയിൽ. മഴ കനത്തു, മാലിന്യം നിറഞ്ഞ് കാഞ്ഞങ്ങാട് നഗരം. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകളെ സ്വാഗതം ചെയ്ത് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ചക്ക വെറും ചക്കയല്ല, ചക്കയിൽ ഒരുക്കാം ഒത്തിരി വിഭവങ്ങൾ. വാർത്തകൾ വിശദമായി. 3 വയസ്സുകാരന്റെ കൊലപാതകം, മലയോരം നടുങ്ങി. പിതാവ് 3 വയസ്സുകാരനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ചൊവ്വാഴ്ച രാത്രി പാണത്തൂർ മൈലാട്ടിയിലാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത്. മൈലാട്ടിയിലെ രാഹുലാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അച്ഛൻ രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി വീട്ടിലെത്തിയ രാജു മാനസിക വിഭ്രാന്തിയിലാണ് കുഞ്ഞിനെ കൊന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. രാജുവിന്റെ അമ്മ ഏതാനും മാസം മുമ്പാണ് മരിച്ചത്. രണ്ടാമത്തെ ഭാര്യ പത്മിനി ഇയാളെ പേടിച്ച് തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടുകയായിരുന്നു. ഈ സമയം രാജു രാഹുലിനെ പിടിച്ചുവെച്ചു. ചിരവ കൊണ്ട് കഴുത്തിന് കുത്തിയും കഴുത്ത് ഞെരിച്ചും കൊന്നതായി പോലീസ് പറഞ്ഞു. അയൽവാസികൾ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പാണത്തൂർ ഏഡ് പോസ്റ്റിലുള്ള പോലീസ് എത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹോസ്റ്റൽ സൗകര്യം ആവശ്യപ്പെട്ട് പെൺകുട്ടികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നായന്മാർമൂലയിലെ കേന്ദ്ര സർവകലാശാലയ്ക്ക് മുമ്പിലാണ് പ്രതിഷേധം. രാത്രി 10 മണിയോടെ പ്രതിഷേധം അവസാനിച്ചു. കേന്ദ്ര സർവകലാശാലയിൽ ആവശ്യമായ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് നായന്മാർമൂലയിലെ പഠന കേന്ദ്രത്തിന് മുൻപിൽ പെൺകുട്ടികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് തുടങ്ങിയ സമരം രാത്രി 10 മണിയോടെ അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് പിൻവലിച്ചത്. ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്ന ചെർക്കളയിലെ ഹോസ്റ്റൽ അടച്ചുപൂട്ടുകയും അവിടെയുണ്ടായിരുന്ന കുട്ടികളെ കൂടി ബോവിക്കാനത്തെ ഹോസ്റ്റലിലേക്ക് മാറ്റുകയും ചെയ്തതോടെ കുട്ടികൾക്ക് ദുരിതമേറി. കിടക്കാനും പഠിക്കാനും സൗകര്യമില്ലാത്തതു കാരണം കുട്ടികൾ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികൾ സമരത്തിലിറങ്ങിയത്. ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ കുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. താമസിക്കാനായിട്ടും അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അവിടെ അത്രയും കപ്പാസിറ്റി ഇല്ല ഹോസ്റ്റലിൽ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നിലവിലൊരു ഹോസ്റ്റൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടികൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് കുട്ടികൾ അക്കോമഡേഷൻ കിട്ടാതെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് പിന്തുണയുമായി രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ എത്തിയിരുന്നു. പൊതുമരാമത്തും നഗരസഭയും കൈയൊഴിഞ്ഞു. കാഞ്ഞങ്ങാട് കുശാൽ നഗർ റോഡ് തകർച്ചയിൽ. തിരക്കേറിയ കുശാൽ നഗർ റോഡ് തകർന്ന് 2 വർഷം പിന്നിടുമ്പോഴും റോഡിന്റെ പ്രവൃത്തി ഏറ്റെടുക്കാൻ PWDയും നഗരസഭയും മടി കാണിക്കുകയാണ്. പൊതുമരാമത്ത് ഏറ്റെടുത്തതിനാൽ നഗരസഭയ്ക്ക് പ്രവൃത്തി ഏറ്റെടുക്കാനാവില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ പൊതുമരാമത്തും റോഡിനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മഴ ശക്തി പ്രാപിച്ചതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായിരിക്കുകയാണ്. ഓവുചാലുകളിലെ തടസ്സം മൂലം വെള്ളക്കെട്ട് രൂപപ്പെട്ടതും റോഡിന്റെ തകർച്ച പൂർണ്ണമാക്കിയിട്ടുണ്ട്. മിക്കയിടങ്ങളിലും ഓവുചാലുകൾ മൂടിയ നിലയിലാണ്. ഓവുചാലുകൾ തുറക്കാനും നടപടിയായിട്ടില്ല. കാഞ്ഞങ്ങാട്ടെ പ്രധാന റോഡിനെ അധികൃതർ അവഗണിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ ജയപാലൻ പറഞ്ഞു. ഡ്രെയിനേജ് കംപ്ലീറ്റ് മൂടിക്കിടന്നിട്ടില്ല. ഈ ഡ്രെയിനേജ് കംപ്ലീറ്റ് കച്ചറിലെന്ന് പറഞ്ഞു അത് വെള്ളം പോകാത്ത അവസ്ഥ വന്നു. നിരവധി കോളേജ് സ്കൂളിലെ വിദ്യാർത്ഥികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകുന്ന വഴിയാണ്. ഇന്നലത്തെ അവസ്ഥ എന്ന് വെച്ചാൽ 2 കുട്ടികൾ യൂണിഫോം അടക്കത്തിൽ വണ്ടി പോകുന്ന സമയത്ത് ചളി തീർന്നു കംപ്ലീറ്റ് നനഞ്ഞ് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ഇന്നലെ ഇവിടെ കാണുന്നുണ്ട്. നിരവധി തവണ നമ്മൾ ഇതിൻ്റെ ബന്ധപ്പെട്ടവരോട് നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ചെയ്യാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഇതിപ്പോൾ PWD ഏറ്റെടുത്തത് കൊണ്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഇതുകൂടി അവർ നമ്മളടുത്ത് പറഞ്ഞു. നിത്യേന 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട്. നീലേശ്വരം പുതിയ ഒളപ്പുകടപ്പുറം ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും കടുത്ത യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. ദുരിതയാത്ര സഹിച്ചുമെടുത്ത നാട്ടുകാർ ഒടുവിൽ രംഗത്തിറങ്ങിയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. അതേസമയം മേൽപ്പാല നിർമ്മാണം നടക്കാത്തതിനാൽ റോഡിൽ ഗതാഗത സ്തംഭനവും അനുഭവപ്പെടുന്നുണ്ട്. പരാതികൾ എത്ര പറഞ്ഞിട്ടും പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടും കുശാൽ നഗർ റോഡിനോട് അധികൃതർ അവഗണന കാട്ടുകയാണെന്നാണ് ആക്ഷേപം. നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരമൊരുക്കാൻ ആര് രംഗത്ത് വരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്.
ഫഹദിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വർഗീയതയ്ക്കെതിരെ SFI മാനവിക ശൃംഖല തീർത്തു. അമ്പലത്തറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്താണ് ശൃംഖല ഒരുക്കിയത്. ഫഹദിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വർഗീയതയ്ക്കെതിരെ SFI പ്രവർത്തകർ മാനവിക ശൃംഖല സംഘടിപ്പിച്ചു. അമ്പലത്തറ സ്കൂൾ പരിസരത്ത് നടന്ന ശൃംഖലയിൽ നൂറുകണക്കിന് പ്രവർത്തകർ കൈകോർത്തു. മാനവികതയ്ക്കായി രംഗത്തിറങ്ങാൻ നേതാക്കൾ ആഹ്വാനം ചെയ്തു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഖദീജത്ത് സുഹൈല ഉദ്ഘാടനം ചെയ്തു. വൈശാഖ് ശോഭനൻ അധ്യക്ഷനായി. SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, വൈശാഖ്, AV അജേഷ്, K നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരവികസനത്തിന് മരം മുറിച്ചവർ തടിയുമായി സ്ഥലം വിട്ടു. ബാക്കിയായ ചപ്പുചവറുകൾ രോഗഭീതി പടർത്തുന്നു. ലാഭവും നഷ്ടവും കണക്കുകൂട്ടി കരാറുകാർ തണൽമരം മുറിച്ചെടുത്തു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ബാക്കിയായത് വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങളും ചപ്പുചവറുകളും മാത്രം. മരം മുറിച്ചു മാറ്റിയ സ്ഥലങ്ങൾ ശുചീകരിക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ല. നിത്യേന നൂറുകണക്കിന് യാത്രികളും വിദ്യാർത്ഥികളും എത്തിച്ചേരുന്ന കൈലാസ് ജംഗ്ഷനിലെ ഈ മാലിന്യക്കാഴ്ച കാണുക. കൂട്ടിയിട്ട ഇലകൾ ചീഞ്ഞളിഞ്ഞ് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും നഗരയാത്രികളും ഈ മലിനജലത്തെ ചവിട്ടിയാണ് യാത്ര ചെയ്യുന്നത്. ലാഭക്കച്ചവടത്തിന് ഒത്താശ ചെയ്തവരും അനുമതി നൽകിയവരും ഈ മാലിന്യക്കാഴ്ചകൾ കണ്ടതായി നടിക്കുന്നില്ല. ആശുപത്രി പരിസരമായിട്ടും ശുചീകരണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകൾ സ്വാഗതാർഹമെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വർഷങ്ങളായി ഉന്നയിക്കുന്ന നിരവധി ആവശ്യങ്ങൾക്ക് ശമ്പള കമ്മീഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. സൗജന്യ ചികിത്സാ സഹായ നിധി അംഗീകരിക്കുകയുണ്ടായി. ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് K കരുണാകരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സൗജന്യ ചികിത്സാ സഹായം മറ്റൊരു സംഘടനയെ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ പെൻഷൻ പരിഷ്കരണം, സൗജന്യ ചികിത്സാ സഹായം ഉൾപ്പെടെ നടപ്പാക്കണമെന്ന നമ്മുടെ നിവേദനം ഗൗരവപൂർവ്വം ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞു. അതാണ് ഇത്രയധികം നേട്ടം. വ്യവസ്ഥാപിതമായി കേരളത്തിൽ ഇന്നോളം പെൻഷൻകാർക്ക് ലഭിക്കാത്ത നേട്ടങ്ങൾ നമുക്ക് ഈ കമ്മീഷനോട് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം അഭിമാനകരമാണ് എന്ന വസ്തുത നമ്മൾ പരസ്പരം സംവേദിച്ചാൽ മാത്രം പോരാ. കേരളത്തിലെ പരസ്പരം പെൻഷൻകാർ. ജില്ലാ പ്രസിഡന്റ് അച്ചേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി D അരവിന്ദാക്ഷൻ, KV ചന്ദ്രശേഖരൻ, K കരുണാകരൻ, പത്മനാഭൻ പാലേരി, കരിച്ചേരി നാരായണൻ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നഗരപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരമൊരുക്കാൻ ഓട്ടോ തൊഴിലാളികൾ രംഗത്തിറങ്ങി. മീൻ മാർക്കറ്റ് റോഡിലെ ഓട്ടോ തൊഴിലാളികളാണ് റോഡ് നന്നാക്കാൻ രംഗത്തിറങ്ങിയത്. മഴ കനത്തതോടെ തകർന്നു കിടക്കുന്ന കാഞ്ഞങ്ങാട് നഗരത്തിലെ റോഡിൽ താൽക്കാലിക പരിഹാരമൊരുക്കാൻ ഓട്ടോ തൊഴിലാളികൾ കൈകോർത്തു. ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെ ഓട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം റോഡ് നന്നാക്കാനായി രംഗത്തിറങ്ങി. മീൻ മാർക്കറ്റ് റോഡ് മുതൽ ഇന്ത്യൻ കോഫി ഹൗസ് റോഡ് വരെയുള്ള ഭാഗം തൊഴിലാളികൾ ശുചീകരിച്ചു. കുണ്ടും കുഴിയും നിറഞ്ഞ ഭാഗത്ത് കല്ലുകൾ നിറച്ച് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയ ശേഷമാണ് അവർ മടങ്ങിയത്. പ്രവർത്തനങ്ങൾക്ക് സതീശൻ മടിക്കൈ, നവീൻ അട്ടേങ്ങാനം, രാഘവൻ ഏക്കാൽ, മജീദ് പാറപ്പള്ളി, രാജേഷ് രാംനഗർ തുടങ്ങിയവർ നേതൃത്വമേകി. സിവിൽ സമൂഹത്തിനെതിരെ കേന്ദ്ര സർക്കാർ ജനാധിപത്യ വിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് RYF ദേശീയ ജനറൽ സെക്രട്ടറി സലീം P ചാക്കോ പറഞ്ഞു. RSP കാഞ്ഞങ്ങാട് മണ്ഡലം സമ്മേളനം നടന്നു. കേന്ദ്ര സർക്കാർ സിവിൽ സമൂഹത്തിനെതിരെ നടത്തുന്ന ഏറ്റുമുട്ടൽ പൗരസമൂഹം ചെറുക്കാത്തത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് RYF ദേശീയ ജനറൽ സെക്രട്ടറി സലീം P ചാക്കോ പറഞ്ഞു. കാഞ്ഞങ്ങാട് RSP മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം സമ്മേളനത്തിൽ ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായി. RSP ജില്ലാ സെക്രട്ടറി PC രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഹരീഷ് B നമ്പ്യാർ, കരിവള്ളൂർ വിജയൻ, കരീം ചന്ദേര, PR കുഞ്ഞിരാമൻ, N വിജയൻ എന്നിവർ സംസാരിച്ചു. K ലക്ഷ്മണൻ നമ്പ്യാരെ മണ്ഡലം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ക്ഷേത്രത്തിൽ 8 വർഷമായി ജോലി ചെയ്യുന്ന വഴിപാട് ക്ലാർക്കിന് ഇനിയും നിയമന അംഗീകാരം ലഭിച്ചില്ല. ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം ജീവനക്കാരൻ PV കമലാകാന്തനാണ് ദേവസ്വം ബോർഡിന്റെ കനിവ് കാക്കുന്നത്. 2008 ക്ഷേത്രം ട്രസ്റ്റ് ബോർഡാണ് കമലാകാന്തനെ വഴിപാട് ക്ലർക്കായി നിയമിച്ചത്. അംഗീകാരത്തിനായി ട്രസ്റ്റ് ബോർഡ് മലബാർ ദേവസ്വം ബോർഡിന് അപേക്ഷയും നൽകി. എന്നാൽ ബോർഡിന്റെ നിയമന ഉത്തരവില്ലാത്തതിനാൽ നിയമനം വഴിപാടായ സ്ഥിതിയിലാണ്. ദിവസവേതന വ്യവസ്ഥയിലാണ് ഇദ്ദേഹം ഇപ്പോഴും ജോലി ചെയ്യുന്നത്. ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ നിയമിക്കുന്നവരെ ജീവനക്കാരായി അംഗീകരിക്കുക എന്നതാണ് ദേവസ്വം ബോർഡിന്റെ പതിവ്. എന്നാൽ കമലാകാന്തന്റെ കാര്യത്തിൽ ആ പതിവ് തെറ്റി. ഇതിൽ ബാഹ്യസമ്മർദ്ദവുമുണ്ടെന്ന് പറയുന്നു. വർഷങ്ങളായി തുച്ഛ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതിസന്ധിയിലാണ്.
8 വർഷമായി ഞാൻ ഫസ്റ്റ് ബോർഡ് തന്നെ അംഗീകരിച്ചതാണ്. 8 വർഷമായിട്ടും ബോർഡ് വർഷങ്ങളായി തുച്ഛവേതനത്തിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതിസന്ധിയിലാണ്. കൂട്ടിന് ശാരീരിക അസ്വസ്ഥതകളുമുണ്ട്. ഇതിനാൽ മറ്റു ജോലികൾ ചെയ്യാനും സാധിക്കുന്നില്ല. ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം വാടക വീട്ടിലെ താമസം കൂടിയായപ്പോൾ അധികൃതരുടെ കനിവ് മാത്രമാണ് കമലാകാന്തന് കൈത്താങ്ങ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം കറോട ദേശീയപാതയിൽ യാത്ര ദുസ്സഹം. കൺസ്യൂമർ വേദി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മഞ്ചേശ്വരം കറോട ദേശീയപാതയ്ക്ക് സമീപത്ത് ഇരുഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ യാത്രക്കാർക്ക് ഇത് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നു. ഈ പ്രദേശങ്ങളിൽ അപകടങ്ങൾ ഏറി വരികയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി മഞ്ചേശ്വരം കൺസ്യൂമർ വേദി മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളത്തേക്ക് പരാതി കൊടുത്തിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസ് അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശ്രീകൃഷ്ണ ഈ പ്രദേശത്തിൻ്റെ സ്കെച്ച് എടുക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് കോൺക്രീറ്റ് ഓവുചാൽ നിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മഴ വരുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള 5-6 വീട്ടുകാർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5-6 കൊല്ലമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ പരാതി പറഞ്ഞിട്ട് കേരളത്തിൽ മറ്റും എല്ലാ ഓഫീസിലേക്കും പരാതി പറഞ്ഞു. കൺസ്യൂമർ സൊസൈറ്റിയുടെ വകയിൽ ഞാൻ പരാതിപ്പെട്ടില്ല. ആ പരാതിപ്പെട്ടാൽ ഇപ്പോൾ 2-3 പ്രാവശ്യം വന്നിട്ട് ഇവിടെ നോക്കിപ്പോയി. നോക്കിയിട്ട് പരാതി സ്വീകരിക്കുന്ന വരാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഈ കൊല്ലം വീണ്ടും ഞാൻ പരാതി പറഞ്ഞു സ്വകാര്യ കേരളത്തിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചക്ക വിഭവങ്ങളുടെ വിസ്മയ കാഴ്ചയൊരുക്കി ചക്ക മഹോത്സവം. ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയത് 100 കണക്കിന് ചക്ക വിഭവങ്ങൾ. ചക്കദോശ മുതൽ ചക്കജാം വരെയുള്ള 100 കണക്കിന് കൊതിയൂറും വിഭവങ്ങളാണ് ചക്ക മഹോത്സവത്തിൽ ഒരുക്കിയത്. കുട്ടികൾ തന്നെയാണ് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയത്. പ്ലാവിൻ ചുവട്ടിൽ തന്നെ വീണ് ചീഞ്ഞളിഞ്ഞ് പാഴായി പോകുന്ന ചക്ക കൊണ്ട് ഏത് അത്യാധുനിക തീന്മേശയിലും കൊതിയുണർത്തുന്ന വിഭവങ്ങൾ തീർക്കാമെന്നും കുട്ടികൾ തെളിയിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. ചക്ക സ്റ്റൂ മുതൽ ചക്ക ഉണ്ണിയപ്പം, ചക്കച്ചവണി, അച്ചാറ്, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ പാഴാക്കി കളയുന്ന ചക്ക നമുക്ക് ഏതെല്ലാം വിധത്തിൽ വെക്കാൻ പറ്റുന്ന ഈ ഇതിലൂടെ നമുക്ക് ഒരിക്കലും നമ്മ ചക്ക പാഴാക്കാൻ പാടില്ല. അതിനെ കൊണ്ട് ഒരിക്കലും നമുക്ക് ദോഷം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ഒരുപാട് നല്ല വിറ്റാമിൻസ് അടങ്ങിയ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പല നാടുകളിലും പോയാൽ നമുക്ക് ചക്കയുടെ വില അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചക്ക പാഴാക്കാൻ പാടില്ല. ചക്കച്ചവണി, അച്ചാറ്, ചക്കക്കൂന്, അങ്ങനെ ചക്കേന്റെ ഒരു ഭാഗം പോലും നമുക്ക് പാഴാക്കാൻ പറ്റില്ല. ചക്കക്കൂര്, ചക്കച്ചവണി, ചക്കയുടെ മൂക്ക്, ചക്കേന്റെ തൊണ്ട്, അങ്ങനെ എല്ലാ സാധനം കൊണ്ട് നമുക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 100-500-ൽ പരം വിഭവങ്ങൾ തന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപിക KV പുഷ്പ ടീച്ചറുടെ മേൽനോട്ടത്തിലാണ് വിഭവങ്ങൾ ഒരുക്കലും മത്സര പരിപാടികളും നടന്നത്. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ചക്ക കൊണ്ടുള്ള പരമ്പരാഗതമായ സ്വാദിഷ്ടമായ കറികളും തയ്യാറാക്കി വിളമ്പി. ചക്ക മഹോത്സവം കാണാൻ രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂളിലെത്തി. നീലേശ്വരത്തെ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് കാഞ്ഞങ്ങാട്ടേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. DYFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. അധികാരികളുടെ നയത്തിനെതിരെ DYFI സിന്ദാബാദ്. ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് മാർച്ച് സിന്ദാബാദ്. 4 പതിറ്റാണ്ടിലേറെയായി രാജകൊട്ടാരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഓഫീസ് കാഞ്ഞങ്ങാട്ടെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റാനാണ് നീക്കം. ഇതിനായി ഓഫീസിലെ മുഴുവൻ ഫയലുകളും അടുക്കി കെട്ടിവെച്ചിട്ട് ദിവസങ്ങളായി.
തളിയിൽ ക്ഷേത്ര സമീപം പ്രവർത്തിക്കുന്ന ഓഫീസിൽ 1970 മുതലുള്ള ഫയലുകളും റെക്കോർഡുകളും സൂക്ഷിക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും ഓഫീസ് മാറ്റം അനുവദിക്കില്ലെന്നും ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടർന്നു വരുമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി പ്രകാശൻ പ്രഖ്യാപിച്ചു. നമുക്കറിയാം, എന്ത് സ്ഥാപനമായിക്കൊള്ളട്ടെ, കുറെ കാലമായി ഒരു പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പറിച്ചു നടാനുള്ള തീരുമാനം എന്തിന്റെ പേരിലാണ് കൈക്കൊള്ളുന്നത്? ആ പ്രദേശത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ആ പ്രദേശത്തെ ഭരണ സംവിധാനത്തെ ബോധ്യപ്പെടുത്തണം. നീലേശ്വരം നഗരസഭ അതിർത്തിയിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നഗരസഭാ ഭരണാധികാരികളോട് പോലും സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സ് ഇതിന്റെ ആളുകൾ കാണിച്ചിട്ടില്ല. ധിക്കാരപരമായ സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഭരണം ഉപയോഗിച്ച് എന്തുമാകാമെന്ന കോൺഗ്രസിന്റെ നിലപാട് ഈ നാടിനകത്ത് കൊണ്ടുവരുന്നു. അല്ല, കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ ഈ ഓഫീസ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും യുവമോർച്ചയും എല്ലാം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാട്ടിലെ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവരെല്ലാം അസന്നിഗ്ധമായി അഭിപ്രായം പറയേണ്ട ഒരു വിഷയമാണല്ലോ ഇത്. എന്തേ അഭിപ്രായം പറയാൻ മടിച്ചു നിൽക്കുന്നു? ഞങ്ങൾക്ക് സൗകര്യാർത്ഥം ഇത് മാറ്റുന്നതിൽ, അല്ലെങ്കിൽ സൗകര്യാർത്ഥമാണ് ഇത് മാറ്റുന്നത് എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിപ്പില്ല. എന്ത് സൗകര്യമാണ് ഇതിന്റെ ഭരണാധികാരികൾ കാണുന്നത്? ഇതിനു പിന്നിൽ വലിയ കച്ചവട താല്പര്യമുണ്ട് എന്ന് ഞങ്ങൾ പറയുകയാണ്. ഈ പ്രദേശത്തെ ഉൾപ്പെടെ കൈക്കലാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ അധീനതയിൽപ്പെട്ട ഭൂമി ഉൾപ്പെടെ കൈപ്പെടുത്തുന്നതിനു വേണ്ടി ചില തൽപര കക്ഷികൾ നടത്തുന്ന ശ്രമമാണ് ഈ ഓഫീസ് മാറ്റുന്നതിന് പിന്നിലുള്ളത് എന്നുള്ള ശക്തമായ വിമർശനമാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷനായി. പാറക്കോൽ രാജൻ, പി മണി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സി സുരേശൻ സ്വാഗതം പറഞ്ഞു. മലയോരത്തേതുൾപ്പെടെ നീലേശ്വരത്തെ സമീപ വില്ലേജുകൾക്ക് നീലേശ്വരത്തെ ഓഫീസാണ് ആശ്രയം. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച് ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. നീലേശ്വരം നഗരസഭാ ബസ് സ്റ്റാൻഡിന് സ്ഥലം അനുവദിക്കാത്ത കാർഷിക സർവകലാശാലയ്ക്കെതിരെ നഗരസഭയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സമരം തുടങ്ങി. UDF സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 2 ഏക്കർ സ്ഥലം നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച സർവകക്ഷികളുടെയും നേതൃത്വത്തിലാണ് ജനകീയ സമരത്തിന് തുടക്കം കുറിച്ച് പടന്നക്കാട് കാർഷിക കോളേജിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സമരത്തിൽ നിന്ന് മുനിസിപ്പൽ UDFും UDF കൗൺസിലർമാരും വിട്ടുനിന്നു. CATU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ബഹുജന ധർണയിൽ ഇപ്പോൾ ഇവിടുത്തെ UDFിലെ കൗൺസിലർമാർ വിട്ടുനിൽക്കുന്നു. UDF എന്ന രാഷ്ട്രീയ സംവിധാനം വിട്ടുനിൽക്കുക. ഞങ്ങൾക്ക് അവരുടെ വളരെ വിനയത്തോട് ചോദിക്കാനുള്ളത്, ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ നഗരസഭയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല? അന്ന് നമ്മൾ ഉന്നയിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ? ഈ പറഞ്ഞ ഒരു മാസത്തിനിടയിൽ നഗരസഭ എന്തെങ്കിലും പ്രത്യേക തീരുമാനമെടുത്തോ? എന്തെങ്കിലും നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടോ? നിങ്ങളുടെ അല്ലെങ്കിൽ ഗൂഢമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ഇതിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചോ? ഒരു കാര്യവുമില്ലല്ലോ. CPI മണ്ഡലം സെക്രട്ടറി പി വിജയകുമാർ അധ്യക്ഷനായി. കരുവക്കാൽ ദാമോദരൻ, BJP മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PV സുകുമാരൻ, PV ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, M ഹരിപ്രസാദ്, ജോൺ ഐമൻ, TV ശാന്ത എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ V ഗൗരി സ്വാഗതം പറഞ്ഞു. അതേസമയം കെ കുഞ്ഞിരാമൻ MLA ഇത് സംബന്ധിച്ച് ചൊവ്വാഴ്ച നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കാമെന്ന പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് കോൺഗ്രസ് കൗൺസിൽ പാർട്ടി ലീഡർ ഇ ഷജീർ, കോൺഗ്രസ് നേതാക്കൾ എന്നിവർ വ്യക്തമാക്കി. പള്ളിക്കര മേൽപ്പാലം സംബന്ധിച്ച ഉപക്ഷേപത്തിന് മാത്രമാണ് MLA അനുമതി തേടിയിരുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ ഫോട്ടോയെടുപ്പ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ തന്നെ ഏൽപ്പിക്കണമെന്ന് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ നീലേശ്വരം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. നീലേശ്വരം വ്യാപാര ഭവനിലായിരുന്നു സമ്മേളനം. KSKTU ജില്ലാ സെക്രട്ടറി VK രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള യൂണിയന്റെ ദൗർബല്യങ്ങളും അതിന്റെ സംഘടനാപരമായ കെട്ടുറപ്പും ഒരു നയമോ ലക്ഷ്യമോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ വൈകല്യങ്ങളും എല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് വളരെ ശക്തമായ നിലയിലുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായാൽ മാത്രമേ, ഒരു സംഘടന ഉണ്ടായാൽ മാത്രമേ ഇന്നത്തെ ഈ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മുറിച്ചുകടക്കാൻ കഴിയുന്ന നിലയിലുള്ള വലിയ നിലയിലുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ ഒരു പ്രസ്ഥാനം അനിവാര്യമാണ് എന്നുള്ള തോന്നലിലാണ് നിലവിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിയൻ എന്നുള്ള നിലയിൽ
ആ യൂണിയനുമായി ബന്ധപ്പെടുന്ന ആളുകളും ബന്ധപ്പെടാത്ത ആളുകളും എല്ലാം തീർന്നുകൊണ്ട് ഒരു പുതിയ സമര സംഘടന എന്ന നിലയിൽ KPBU എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അടിത്തറ 2009 നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്തത്. ഏരിയ സെക്രട്ടറി K. ബാബു അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ മടിക്കൈ, ജില്ലാ പ്രസിഡന്റ് TV കനകാംബരൻ, സെക്രട്ടറി V. സുരേഷ്, വൈസ് പ്രസിഡന്റ് AR ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം PC ശ്രീജിത് കുമാർ, ബാബു രുസിത എന്നിവർ സംസാരിച്ചു. പ്രിയേഷ് ഡ്രീം സ്വാഗതവും P. സജിത് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണില്ലാത്ത ക്രൂരത, മലയോരം തേങ്ങുന്നു. കൊല്ലപ്പെട്ട 3 വയസ്സുകാരന്റെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഹോസ്റ്റൽ സൗകര്യമില്ല. കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഫഹദിന്റെ കൊലപാതകം, മാനവിക ശൃംഖലയൊരുക്കി SFI. പൊതുമരാമത്ത് മറന്നു, നഗരസഭ കൈയൊഴിഞ്ഞു. കുശാൽ നഗർ റോഡ് തകർച്ചയിൽ. മഴ കനത്തു, മാലിന്യം നിറഞ്ഞ് കാഞ്ഞങ്ങാട് നഗരം. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകളെ സ്വാഗതം ചെയ്ത് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ചക്ക വെറും ചക്കയല്ല, ചക്കയിൽ ഒരുക്കാം ഒത്തിരി വിഭവങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.